പക്ഷേ എന്താ കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെ വാർത്താ സമ്മേളനത്തിനാണ് എല്ലാവരും കാത്തിരുന്നത്. മാധ്യമങ്ങളെല്ലാം അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു. അതിനിടയിൽ എനിക്ക് കിട്ടിയ ഒരു വിവരം, നമ്മൾ ഈ മാധ്യമ മേഖലയിലുള്ളതാണ്, എൻ്റെ 2-3 സുഹൃത്തുക്കൾ എന്നോട് വിളിച്ച് പറഞ്ഞത് ഈ ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിൽ അവിടെ അടിയായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങൾക്ക് TRP വളരെ വലുതാണല്ലോ. ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർക്ക് ചോദ്യം ചോദിക്കാൻ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ അനുവാദം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ക്യാമറമാൻ തമ്മിൽ ചെറിയ ക്ലാഷ് ഉണ്ട്. മാധ്യമ സംസ്കാരം തന്നെ മാറിപ്പോയി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തെറിവിലേക്കാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് മോഹൻലാലിനെ കടിച്ചു കീറാനാണല്ലോ ഇവരെല്ലാം നിൽക്കുന്നത്. മോഹൻലാൽ എന്ത് പറയും, എന്താണ് മോഹൻലാലിൻ്റെ മനസ്സിലിരിപ്പ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 മാസമായതേ ഉള്ളൂ മോഹൻലാൽ അമ്മയുടെ പ്രസിഡൻ്റായിട്ട് വന്നിട്ട്. ആ മോഹൻലാലിനെയാണ് ഇവർ കടിച്ചു കീറാനായിട്ട് നിൽക്കുന്നത്. മമ്മൂട്ടിയാണെങ്കിൽ ഈ ചിത്രത്തിലൊട്ടില്ലേ എന്തായാലും. മമ്മൂട്ടിയോട് മോഹൻലാൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വേറെ പല ആൾക്കാരുമാണ് മാന്യന്മാർ ചമഞ്ഞുകൊണ്ട് എന്താണ് ഈ കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് പറഞ്ഞു. വളരെ മാന്യമായ രീതിയിലാണ് മോഹൻലാൽ പറഞ്ഞത്. പക്ഷേ മാധ്യമങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് മോഹൻലാലിൻ്റെ വായിൽ നിന്ന് ഉള്ള ഇത് കിട്ടിയില്ല. അവരിപ്പോഴും മോഹൻലാലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ മുതലാളിമാർ മുതൽ മാധ്യമ രംഗത്തെ പീഡനവീരന്മാർ വരെ ഉണ്ട് കേട്ടോ. മാധ്യമരംഗത്തെ പീഡനവീരന്മാരുണ്ടെന്നറിയാമല്ലോ. അപ്പോൾ അവർ വരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ എനിക്ക് അറിയില്ല, ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല, ഞാൻ പവർ ഗ്രൂപ്പിലില്ല, പോരാത്തതിന് നിങ്ങളെപ്പോലെ ഒരാളാണ് ഞാനും, ഇത് ശുദ്ധീകരിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് വളരെ മാന്യമായിട്ടുള്ളൊരു മറുപടിയാണ് പറഞ്ഞത്. വെറും 2 മാസം മാത്രമേ ആയുള്ളൂ മോഹൻലാൽ അമ്മയുടെ പ്രസിഡൻ്റായിട്ടുള്ളൂ എന്ന് ഓർക്കണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മോഹൻലാലിനെ എല്ലാവരും കൂടി ഇപ്പം നിലവിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. എന്നാൽ ഈ നിലപാട് സിംഗമെന്ന് പറയുന്ന പൃഥ്വിരാജ് ഉണ്ടല്ലോ, പൃഥ്വിരാജ് നിലപാട് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളൊന്ന് പുകഴ്ത്തി. അതേ പൃഥ്വിരാജിൻ്റെ സെറ്റിൽ ഒരു അതിക്രമം നടന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതേ മാധ്യമങ്ങൾ പൃഥ്വിരാജിനെ ആക്രമിക്കുന്നില്ല, മൗനം പാലിക്കുകയാണ്. അപ്പം നമുക്കിത് പറയുമ്പോൾ നമുക്ക് ഈ CPMൻ്റെ ഒരു നിലപാടിലൂടെ പറയേണ്ടി വരും. CPMൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഈ പീഡനം നടക്കുമ്പോൾ തീവ്രത അളക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ CPMൻ്റെ. അതുപോലെ മാധ്യമങ്ങളുടെ തീവ്രത നമ്മൾ അളക്കണം. മോഹൻലാലിനെതിരെ ഒരു ആരോപണമില്ല. മോഹൻലാൽ അമ്മയുടെ പ്രസിഡൻ്റായിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. മോഹൻലാലിനെ മാധ്യമങ്ങൾ അച്ചംപുച്ഛം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി ഇതിന് മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. മമ്മൂട്ടി മലയാളത്തിൻ്റെ മഹാനടനാണ്. മമ്മൂട്ടി ഉണ്ടല്ലോ അമ്മയിൽ. മമ്മൂട്ടി മറുപടി പറയേണ്ട ആവശ്യമില്ല. മമ്മൂട്ടിയെ തീരെ ആക്രമിക്കുന്നില്ല. പൃഥ്വിരാജ് പറയുന്ന നിലപാടുകൾ ആഘോഷിക്കപ്പെടുന്നു. എന്നാൽ പൃഥ്വിരാജിനെതിരെ ആ നിലപാടിൻ്റെ ഇരട്ടത്താപ്പ് പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾ പലതും മൗനം പാലിക്കുന്നു. നമ്മളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളാണ് വളരെ ഭീകരമായിട്ട് പ്രതികരിക്കുന്നത്. പോരാത്തതിന് പൃഥ്വിരാജിനെക്കുറിച്ച് ഈ ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ വന്ന് പറയുമ്പോൾ മാത്രമാണ് വലിയ വാർത്തയാകുന്നത്. ഇവർ പൃഥ്വിരാജിൻ്റെ പിറകെ മറ്റേ വണ്ടിയും കൊണ്ടുപോകുന്നുണ്ടോ? മോഹൻലാൽ പോകുന്നിടത്തും ഇരിക്കുന്നതും നിൽക്കുന്നതും ആ ഭാര്യ ആശുപത്രിയിലാണെങ്കിൽ അതിൻ്റെ താഴെ വരെ മാധ്യമപ്രവർത്തകരുണ്ട്. ഇവരൊന്നുമില്ല. മോഹൻലാൽ ഒരു ടാർഗറ്റാണോ? മലയാള മാധ്യമങ്ങളുടെയും മട്ടാഞ്ചേരി മാഫിയയുടെയും ഒരു ടാർഗറ്റാണോ മോഹൻലാൽ? അതാണ് എൻ്റെ ചോദ്യം. മട്ടാഞ്ചേരി മാഫിയയുടെ ആൾക്കാരായിരിക്കുമോ ഈ മാധ്യമങ്ങൾ? പറയാതിരിക്കാൻ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു. മോഹൻലാൽ ഇന്നലെ ഒന്നും പറഞ്ഞില്ല എന്ന മാധ്യമങ്ങൾ പറയുന്നു. അതെ, മോഹൻലാൽ എല്ലാം പറഞ്ഞു. മോഹൻലാൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു, മാധ്യമങ്ങൾ അത് കേട്ടില്ല എന്നടിച്ചു. മോഹൻലാൽ വന്ന് ആദ്യമേ പറയുന്നു, നമ്മൾ നേരത്തെ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലിനൊരു ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുള്ള മനുഷ്യനല്ല. ബാക്കി പല കലാരംഗത്തെ വിരലുകൾ പോലും അഭിനയിക്കുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞു. നമ്മളത് പറഞ്ഞു. അദ്ദേഹം ആദ്യമേ പറഞ്ഞു, എനിക്ക് ഒരു പത്രസമ്മേളനത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വാച്യാതിരിയിൽ കാര്യങ്ങൾ പറയാൻ അറിയത്തില്ല. പിന്നെ ഞാൻ വന്നു, ഇപ്പം ഈ കാര്യങ്ങൾ പറയാം, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞു. മോഹൻലാലിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നു. മോഹൻലാൽ പറയുന്നു, ഞാൻ അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആളായതാണ്, അത് യാന്ത്രികമായിട്ടായതാണ്, ഇതൊരു എനിക്ക് താല്പര്യമില്ലായിരുന്നു, യാന്ത്രികമായിട്ടായതാണ്, അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു യൂണിയനും ഒന്നുമല്ല, ഇതൊരു ക്ലബ്ബ് പോലുള്ളൊരു സാധനമാണ്, അതിനകത്ത് ധാരാളം പേരുണ്ട്, ഒത്തിരി ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് അതാണ്. അപ്പോൾ ബാക്കി എല്ലാവരും പറഞ്ഞതുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളായിട്ട് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് ഭാഗമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസിഡന്റ് ആയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു വ്യവസായമല്ലേ, ഇതിനകത്ത് ചില കുഴപ്പങ്ങൾ ഒരു കമ്മിറ്റി കണ്ടെത്തി, അത് നമുക്ക് തിരുത്താം. എല്ലാത്തിനകത്തും കുഴപ്പങ്ങളുണ്ടല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മഹത്തായ സാധനമൊന്നുമല്ല സിനിമ ഒരു ഭാഗം മാത്രമാണ്. പിന്നെ എന്തിനു വളഞ്ഞിട്ട് ആക്രമിക്കുന്നു? ഇത് മാത്രമല്ലല്ലോ, ഇതിനകത്ത് വേറെ ചില കാര്യങ്ങളും പരാമർശിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ അതെന്താണ് ശ്രദ്ധിക്കുക?
മയക്കുമരുന്ന് മാഫിയ. വളരെ കൃത്യമായിട്ട് മോഹൻലാൽ അത് പറഞ്ഞു. മോഹൻലാൽ അതെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ പരാമർശിക്കുന്നതിനപ്പുറം പലതും ഇതിനകത്ത് പറയുന്നുണ്ട്. മാധ്യമങ്ങൾ മയക്കുമരുന്ന് മാഫിയയെക്കുറിച്ച് ചർച്ചയാക്കാത്തത് ഈ മാധ്യമങ്ങൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുള്ളത് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുള്ളതിനപ്പുറം ഇതിൻ്റെയൊക്കെ ധനുഷ് കാണുന്നുണ്ടോ? MDMA പിടിക്കുന്നുണ്ട്. എത്ര ഗ്രാമാണ് പിടിക്കുന്നത്? 1 ഗ്രാം MDMA പിടിച്ചു. എത്ര ടൺ MDMA ആണ് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ളത്. അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഒരു കൊല്ലം അവരുടെ ആഭ്യന്തര അല്ലെങ്കിൽ അവരുടെ GDP പോലും അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് പോലും അതാണ് അവരുടെ ഉൽപ്പാദനം. ഇപ്പൊ തന്നെ പല ഘട്ടങ്ങളിൽ നമ്മൾ അവിടെ ഇവിടെ ഗുജറാത്ത് തുറമുഖത്തും പല തുറമുഖങ്ങളിലും പിടിച്ചത് മാത്രം. അപ്പൊ കയറി വന്ന എത്ര ആണ്? ഇതെന്താ പിടിക്കാത്തത്? ഇതിന്റെ പുറകിൽ ആരുമില്ലാത്തത് ഇവിടെ വരുമോ? ഇത് കൈകാര്യം ചെയ്യുന്നില്ലാത്തൊരു മേഖലയൊന്നും അല്ലല്ലോ. അപ്പം ഇപ്പൊ ഇന്ത്യയിൽ ബാറുകൾ പൂട്ടാൻ പോവാ. ധനുഷിനറിയോ? ഇന്ത്യയിലോ? കേരളത്തിലെ ബാറുകൾ നഷ്ടത്തിലാണ്. നിങ്ങൾ എഴുതി വെച്ചു, കശുവണ്ടി മേഖല തകർന്നതുപോലെ ബാർ മേഖല തകരാൻ പോവാ. ബാറുകൾ കച്ചവടമില്ല പഴയതുപോലെ. ആൾക്കാരും മയക്കുമരുന്നിലേക്ക് തിരികെയാണ്. ഇത് സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് ലോബി സിനിമയെ നിയന്ത്രിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇത് മിണ്ടുന്നുണ്ടോ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ സ്ത്രീകളുടെ പീഡനം എന്ന് പറയുന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമല്ല, മയക്കുമരുന്ന് മാഫിയാണ്. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മോഹൻലാൽ പറഞ്ഞു, ഞാൻ 2 വട്ടം ഇവിടെ പോയി ഞാൻ മൊഴി കൊടുത്തതാണ്. അതിനകത്ത് ആൾക്കാർ അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞു കാണും, പല കാര്യങ്ങളും പറഞ്ഞു കാണും. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ വേറെ വലിയ പ്രത്യേകതയുണ്ട്. 3 പേര് എഴുതിയേക്കുന്ന 3 റിപ്പോർട്ടായത്. 3 പേര് കേട്ട അഭിപ്രായങ്ങളാണ്. വെളി പത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതൊന്നുമല്ല. ഇത്ര പേജ് കണ്ടില്ല, അതിനകത്ത് 15 പേരുണ്ട്. അതാരൊക്കെയാണ് ഇത് ഉറ്റുനോക്കുന്നത്? ഈ മാഫിയ, മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു മാഫിയ ഉണ്ടെന്ന് പറയുന്നു. അത് പലപ്പോഴും നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇട്ട ചില പോസ്റ്റുകളുടെ കീഴിലെ കമൻറ്റുകൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അജണ്ട വെച്ച് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് വാസ്തവമാണെന്നിരിക്കെ പോലും അത് അല്ല എന്നും അല്ലെങ്കിൽ അത് ദഹിക്കാൻ പറ്റാത്ത ഒരു ടീം വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ധനുഷ് കഴിഞ്ഞ ദിവസം നമ്മുടെ അതിനാരാ മെനക്കെടുന്നത്? അതെന്തിനീ ചില സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ചില ആൾക്കാരുടെ മാത്രമാവുമ്പോൾ ആ സത്യങ്ങൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് എന്ത്? കമന്റ് ചെയ്യുന്നതിൽ പലതും ബോട്ടാണ്, പല ഫിലിപ്പീനി അക്കൗണ്ടുകൾ. അതുപോലെ തന്നെ ഈ മാധ്യമങ്ങൾ എന്താണ് യഥാർത്ഥ കാര്യത്തിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നത്? പീഡനം ഉണ്ട്, ന്യായമായ കാര്യം. പീഡനം പരാതി കൊടുത്തവരുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ പുറകിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് കോടതിയുണ്ട്. നടന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. പക്ഷേ ഈ മേഖലയിൽ 95% പേരും രാവിലെ സെറ്റിൽ വരുന്നത് മദ്യപിച്ചിട്ടാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് 3 പേരും വ്യത്യസ്തമല്ലാതെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിൽ എഴുതി വെച്ചേക്കുന്ന ആ ഒരു കാര്യത്തെപ്പറ്റി ചർച്ച വരാത്തത്. ഇന്നലെ മോഹൻലാൽ ചോദിച്ചല്ലോ, നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണ്ടേ? ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തത് എന്ന് അദ്ദേഹം ചോദിച്ചു. നിങ്ങൾ ആ പത്രസമ്മേളനം മൊത്തം നോക്കിയാണ്, ഞാൻ നോക്കിയതാണ്. അപ്പം മോഹൻലാൽ ടാർഗറ്റ് തന്നെയാണ്, മനസ്സിലാവുന്നുണ്ട്? മോഹൻലാൽ മഹാനടനാണ്, ടാർഗറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ അതിന് മനസ്സിലാക്കിയാണ് മോഹൻലാൽ രാജിവെച്ചത്. രാജിവെച്ചതിന് ശേഷം ഇന്നലെ അദ്ദേഹം പറഞ്ഞു കേട്ടോ, ഇത് എന്നിലേക്ക് മാത്രം വിരൽ ചൂണ്ടണ്ട, സിനിമാ മേഖലയിൽ മൊത്തവും നടക്കുന്ന കാര്യമാണ്, മൊത്തം ആൾക്കാരും കൂടി മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ മോഹൻലാൽ അല്ലെങ്കിൽ അമ്മ മറുപടി പറയണം എന്നുള്ള രീതിയിലേക്ക് വരുന്നത് കൊണ്ടാണ് ഞാൻ രാജിവെച്ചത്. അത് ഞാൻ വളരെ കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ച്, വക്കീലന്മാരുമായിട്ടും അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുമായിട്ടും ആലോചിച്ചാണ്. അവിടെ കൊണ്ട് ആ സംഭവം പൊളിഞ്ഞു. ഇന്നലെ പത്രസമ്മേളനം നടത്തേണ്ടി വന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഇന്നലെ കേരളത്തിൽ വരാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിന് വേറെ ചില കമ്മിറ്റി. അപ്പോൾ അദ്ദേഹം പത്രക്കാരെ കാണാതെ പോയവരെല്ലാം കൂടെ പറയും മോഹൻലാലായി പീഡിപ്പിച്ച ആൾ മൊത്തവും. മട്ടാഞ്ചേരി മാഫിയും പറയും, അല്ലെങ്കിൽ ഈ മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമായിട്ട് ഇപ്പം നിൽക്കുന്ന ചാനലുകളും പറയും. ചാനലുകൾ എന്ന് പറയുമ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തോട്ടെ, ഇവിടെ ഒരു സ്ത്രീ വന്ന് അവരെ പീഡിപ്പിച്ചു, കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യണ്ടെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ, അത് മാധ്യമ. പക്ഷേ ഇതിനകത്തെ പലവട്ടം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഗവൺമെൻറ്റിന് കൊടുത്ത പരാതി, പല സെറ്റുകളിൽ പല നടന്മാർ, കഴിഞ്ഞ ദിവസം ഒരു നടനുണ്ടല്ലോ പരസ്യമായിട്ട് പത്രക്കാരൻ്റെ അടുത്ത് തട്ടിക്കയറി മുണ്ട് ഉരിഞ്ഞ് തറയെ പോയത്. അത് നോർമൽ ലെവലിലാണ് നിൽക്കുന്നത്. അയാൾ സാധാരണ മനുഷ്യൻ പ്രവർത്തിക്കുന്ന പോലെയാണ് പ്രവർത്തിക്കുന്നത്. ആർക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും അയാൾ ഡ്രഗ് അഡിക്റ്റ് അല്ലെന്ന്. മാത്രമല്ല, ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള നടന്മാരെ മാറ്റി നിർത്തണമെന്ന് പറയുമ്പോൾ ആ പ്രൊഡ്യൂസർമാരെ വരെ ഭീഷണിപ്പെടുത്തി സിനിമാ മേഖലയിൽ നിന്ന് തള്ളിവിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ട് ധനുഷ് അറിയുന്നുണ്ടോ? തിരിച്ചവരെ കൊണ്ടുവരേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ? അപ്പം ഇതിൻ്റെ പുറകിൽ സത്യവാൻ സാവിത്രി കളിക്കുന്ന ഒരു സംവിധായകനും ഒരു നടിയും ഉണ്ടല്ലോ.
WCC ഉണ്ടാക്കിയ ഒരു നടി അല്ലെങ്കിൽ ഒരു സംവിധായകൻ ഫെഫ്കായ്ക്കകത്ത് 8 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല, അതിനകത്തില്ല എന്ന് കഴിഞ്ഞ ദിവസം ഈ സംവിധായകന്മാരുടെ അസോസിയേഷനിൽ ഇന്നലെ പത്രസമ്മേളനം നടത്തി. അയാൾ ഇതിനകത്തില്ല, അയാൾ 500 മെമ്പർഷിപ്പ് ക്വാളിറ്റി പോലും മെമ്പർഷിപ്പ് ഫീസ് പോലും തരുന്നില്ല. അദ്ദേഹത്തിന് ഒരു സംവിധായകൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കൊടുക്കാനുള്ള കാശ് മേടിച്ച് കൊടുത്തതിന്, യൂണിയനാണ് ഫെഫ്ക എന്ന് പറയുന്നത്, CAT യൂണിയനാണ്, ഇതിന് അമ്മയുടെ കൂട്ടല്ല. അതിനകത്ത് ഇപ്പം CAT യൂണിയൻ്റെ ഒക്കെ പ്രത്യേകത നിങ്ങളാരും വിചാരിക്കുന്ന പോലല്ല. അതിന് ഇപ്പോൾ ഒരു പൈസ മേടിച്ച് ഒരു തൊഴിലാളിക്ക് കൊടുത്താൽ 1 ലക്ഷം രൂപ മേടിച്ചു കൊടുത്ത് 20 രൂപ യൂണിയനുണ്ട്. ആ യൂണിയൻ്റെ ഫണ്ടെന്ന് പറയുന്നത് അതാണ്. ഇതിനകത്ത് ഫെഫ്കായ്ക്ക് 1 ലക്ഷം രൂപ മേടിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് 10-15-20 ലക്ഷം രൂപ കണ്ട് കിട്ടാനുണ്ടായിരുന്നു. അദ്ദേഹം സംവിധാനം അത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവരുടെ ഒട്ട് മേടിച്ചു കൊടുത്ത് അതിൻ്റെ 20% വേണമെന്ന് പറഞ്ഞാണൊക്കെ അയാൾ അന്ന് വഴക്കുണ്ടാക്കി 2018 എങ്ങാണ്ട് ഇതിനകത്തുനിന്ന് പോയതാണ്. ആ പൈസ പോലും മേടിച്ചില്ല. അന്നോട്ട് ഇന്നലെ അദ്ദേഹം രാജിവെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഹസനം എന്തിനാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ കാണിച്ചത്? അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിനകത്തില്ലല്ലോ. അപ്പം അദ്ദേഹമാണല്ലോ ചില സിനിമകൾ പോലും ഈ മയക്കുമരുന്ന് രൂപയെ പ്രൊമോട്ട് ചെയ്യുന്ന ചില സിനിമകൾ പോലും നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നത്. ഞാൻ അറിയിച്ചോട്ടെ, ഒരു ഇത്തരത്തിലൊരു കലാകാരന്മാർ, ഒരു പണ്ടോട്ടെ നമ്മൾ കലാകാരന്മാരെ കാണുന്നത് എങ്ങനെ, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിനെ തിരുത്തുന്നതിന് വേണ്ടി ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്നതാണോ കലയെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണോ ഒരു കലാകാരൻ്റെ കടമ? ലോകത്തിലെ ഏറ്റവും വലിയ സാധനവും ലോകത്തിലെ ഏറ്റവും ബുദ്ധിപരമായിട്ട് നീങ്ങാൻ നല്ലതും ഏറ്റവും ആനന്ദം കൊടുക്കുന്നതുമായിട്ടുള്ളത് കഞ്ചാവാണെന്ന് ഇവിടുത്തെ ചെറുപ്പക്കാരെയും നാട്ടുകാരെയും പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കിയ ആളാണ് ആഷിഖ് അബു. ആഷിഖ് അബു എന്താ ഇതിനെപ്പറ്റി മിണ്ടാത്തേ? ആഷിഖ് അബു എല്ലാത്തിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ. പവർ ഗ്രൂപ്പുണ്ട്, ചില പ്രത്യേക ആൾക്കാരുടെ കയ്യിലാണ്, ചില പ്രത്യേക നടന്മാരാണ് നിയന്ത്രിക്കുന്നത്. ആഷിഖ് അബു ആരുടെ ആളാണ്? ആഷിഖ് അബുവിനെ ആരും വിമർശിക്കുന്നില്ല. ആഷിഖ് അബു ചില പ്രത്യേക സാഹചര്യങ്ങൾ ഈ മേഖലയ്ക്ക് കുഴപ്പങ്ങൾ വരുമ്പോൾ അതിന് കുഴപ്പങ്ങൾ ആയി എന്ന് കാണുമ്പോൾ അവതരിക്കുന്ന ഒരാളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദമായി അല്ലെങ്കിൽ ചർച്ചയായി ആ വ്യവസായം വീഴും എന്നുള്ള രീതി വന്നപ്പോൾ ആഷിഖ് അബു അവതരിച്ചത് ധനുഷ് ശ്രദ്ധിച്ചോ? രണ്ടാമത് അതുപോലെ കൃത്യമായിട്ട് വളരെ വൃത്തിയായിട്ട് പോകുന്ന ഒരു സംഘടനയായി ഈ നമ്മുടെ ഫെഫ്കായ്ക്കകത്ത് പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ അയാൾ ശ്രമിച്ചല്ലോ. അപ്പോൾ ഇതെല്ലാം പൊളിച്ചിട്ട് പുള്ളി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ഇതെല്ലാം ഒരു വ്യവസായം എന്തായാലും നിന്നേ ഒക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു മേഖലയിലേക്ക് ഈ വ്യവസായം കൊണ്ടു. ഇദ്ദേഹം വേറെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ. ചില പ്രത്യേക താല്പര്യങ്ങൾ, ചില പ്രത്യേക കാര്യങ്ങൾ ജനത്തോട് പറയുന്നതിന് വേണ്ടി, ജനം സംശയത്തോടു കൂടിയിരിക്കുന്ന ചില പ്രത്യേക വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ അത് ശരിയാണെന്ന് പറയുന്നത്. 1921 പറഞ്ഞൊരു സിനിമ എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പൃഥ്വിരാജിനെ സമീപിച്ചല്ലോ. പൃഥ്വിരാജ് ബില്ലിംഗ് ആയിട്ട് നിന്നുള്ളൂ. അവസാനം അതിന് പരസ്യ വിചാരണ വന്നപ്പോൾ അതിനകത്ത് എന്താണ് കാര്യങ്ങൾ നടക്കുന്നതെന്നൊന്ന് വന്ന് രാഷ്ട്രീയ തലത്തിലും അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലും കേന്ദ്ര ഗവൺമെൻറ് തലത്തിലും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലും ഒക്കെ അന്വേഷണം വന്നപ്പോഴാണല്ലോ അതിലൊന്ന് പുറകോട്ട് പോയത്. എന്താണ് പുറകോട്ട് പോയത്? എന്താണ് വീണ്ടും അയാൾ ഒരു കൃത്യമായ സിനിമ എടുക്കാൻ തയ്യാറായിട്ട് നിന്നിട്ടുള്ളതെങ്കിൽ ആ സിനിമ എന്തുകൊണ്ട് എടുത്തില്ല? 1921 പറയുന്ന സിനിമ ആഷിഖ് അബു എന്തുകൊണ്ട് നേരാം വണ്ണമാണ് അല്ലെങ്കിൽ ശരിയായ രീതിയിലാണ് എടുക്കാൻ നിന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് പൃഥ്വിരാജിനെ വെച്ച് പിന്നെ പടം എടുക്കാൻ തയ്യാറായില്ല? അപ്പം അതിനകത്തൊരു അജണ്ട ഉണ്ടല്ലോ. അപ്പം നിങ്ങളീ പറയുന്നത് പോലെ ഒരു മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ് ബുഹമറ സൃഷ്ടിച്ച് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അത് കാരണം പല കാര്യങ്ങളിലും പല മേഖലയിലും ഇതിൻ്റെ പോക്ക് അതിൻ്റെ ഒരു പക്ഷേ സിനിമയിൽ നായർ ലോബിയുണ്ട്. മട്ടാഞ്ചേരി മാഫിയയില്ല, നായർ ലോബി ഉണ്ട്. അത് നിങ്ങൾ പറഞ്ഞു. ഇപ്പം നായർ ലോബി ഉണ്ടെന്ന് പറഞ്ഞു വരുന്നു. മട്ടാഞ്ചേരി മാഫിയയില്ല, നായർ ലോബി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ആരാണ് നായർ ലോബി ഉണ്ടെന്ന് പറഞ്ഞുണ്ടാക്കുന്നത്? ആര് തന്നെ പറഞ്ഞുണ്ടാക്കുന്നു? ഈ പവർ ഗ്രൂപ്പ് മൊത്തം നായർ ലോബിയാണ്. നായർ ലോബിയാണ്. സിനിമയിനകത്ത് അഭിനയിക്കുന്ന 1-2-3 പേരുടെ പേരല്ലേ നായർ, മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയ ഈ നായർ ലോബി എങ്ങും കമൻറ്റിൻ്റെ കീഴിലൊന്നും വരുന്നില്ലല്ലോ. നായർ ലോബി എങ്ങും അഭിപ്രായം പറയാൻ വരുന്നില്ലല്ലോ. പക്ഷേ ഈ സിനിമയിലെ ഓരോ സിനിമയുടെയും കഥയും തിരക്കഥയും അല്ലെങ്കിൽ ആ സിനിമ എങ്ങോട്ട് പോകണം, സിനിമയ്ക്ക് പണം മുടക്കുന്നത് ആര് എന്നൊക്കെ തിരക്കി ചെല്ലുമ്പോൾ വളരെ വലിയ കുഴപ്പത്തിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ സിനിമ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് വിചാരിക്കുന്നത്, സിനിമയിൽ ആരൊക്കെ അഭിനയിക്കണം എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് സിനിമ ഒരു ഘട്ടത്തിൽ വരെ പോയി. ധനുഷ് ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഈ നായർ ഗ്രൂപ്പ് എന്ന് പറയുന്ന അതേ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ സിനിമയിൽ ആരൊക്കെ നായകന്മാരാവണം, ആരൊക്കെ ആവണം എന്ന് തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയായിരുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിനകത്ത് പുറകോട്ട് പോയത്. അതായത് ഈ പൃഥ്വിരാജും അല്ലെങ്കിൽ ഈ ആഷിഖ് അബുവും അടങ്ങുന്ന ഒരു മാഫിയ സംഘം, ആ മാഫിയ സംഘത്തിൻ്റെ പുറകിൽ ഇസ്ലാമിസ്റ്റുകളും
അല്ലെങ്കിൽ ഈ പറയുന്ന മയക്കുമരുന്ന് ലോബി ഒക്കെ ഉണ്ടെന്ന് സംശയിക്കത്തക്ക രീതിയിലേക്ക് സിനിമാ ലോകം പോകുന്നുണ്ട്. അതിനപ്പുറം ചില കാര്യങ്ങൾ, കുഴപ്പങ്ങളില്ല എന്നും പറയുന്നില്ല, കുഴപ്പങ്ങളുണ്ടെങ്കിൽ ആ കുഴപ്പക്കാരെ കണ്ടെത്തി ശിക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറം കുഴപ്പങ്ങളില്ലാതെ പല കാര്യങ്ങളും ചെയ്തു പോകുന്ന ഒരു വലിയ വ്യവസായം, 10,000-കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നൊരു വ്യവസായം. ഇന്നലെ മോഹൻലാൽ പറഞ്ഞാൽ അത് വലിയ പ്രസക്തമായിട്ടുണ്ട്. ആ വ്യവസായത്തെ മൊത്തം തച്ചുടച്ചിട്ട് ഇത്തരത്തിൽ ഈ ലോബിയുടെ കയ്യിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഏത് മാർഗവും, അത് WCCയുടെ മാർഗമായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിൽ കൂടെ ആയാലും കൊണ്ടുപോകുന്നു എന്ന് വിചാരിച്ചാൽ അതിനകത്ത് തെറ്റ് പറയാനൊന്നുമില്ല. ഇവർ ക്രൂശിക്കാൻ ആഗ്രഹിച്ചത് മോഹൻലാലിനെയാണ്. മോഹൻലാലിന് ബുദ്ധി ഉണ്ടായതുകൊണ്ടും അയാൾക്ക് നന്മ ഉണ്ടായതുകൊണ്ടും അല്ലെങ്കിൽ അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആളുകൾ ഉണ്ടായതുകൊണ്ടും അയാൾ വളരെ ബുദ്ധിപരമായിട്ട് അതിൽ നിന്ന് പിന്മാറി ഇത് മൊത്തത്തിൽ മറുപടി പറയത്തക്ക രീതിയിലേക്ക് ആ സംവിധാനം കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എന്നിട്ടും മോഹൻലാൽ പറഞ്ഞ ഒരു മേഖല അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞ ഒരു മേഖല ഇതുവരെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല. മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നു. ആ മേഖലയെ മറച്ചു പിടിപ്പിച്ച് അതിന് വേണ്ട പ്രമോഷൻ കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് ഈ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം. നിങ്ങൾ നോക്കിയോ, ഈ നാളെ ഈ പറയുന്ന ആരോപണങ്ങളൊന്നും കഴമ്പില്ലാത്ത ആരോപണങ്ങളായിട്ട് അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട ആൾക്കാരൊക്കെ സമയമാകുമ്പോൾ മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരും. ഇത് വീണ്ടും മറച്ചു പിടിച്ച് ഈ ലോബിയുടെ കയ്യിലേക്ക് സിനിമയെ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം വളരെ കൃത്യമായിട്ട് നടക്കും. അതിനകത്ത് ആഷിഖ് അബു എന്ന് പറയുന്ന സംവിധായകന് വളരെ കൃത്യമായ റോളുണ്ട്. അദ്ദേഹത്തിന് എത്ര സിനിമ എടുത്തിട്ടുണ്ട് നിങ്ങൾ പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആസ്തിയെ പറ്റി നിങ്ങൾ പരിശോധിക്കണം. അദ്ദേഹം വെച്ചേക്കുന്ന വീട് പോയി കാണണം. എവിടെ നിന്ന് വന്നു, എത്ര സിനിമ എടുത്തു, ഒരു സംവിധാനം ഏറ്റവും കാശ് മേടിക്കുന്ന ഒരു മലയാള സിനിമയിലെ കേരളത്തിലെ സംവിധാനം എത്ര പൈസ മേടിക്കുന്നുണ്ടെന്ന് ഒക്കെ പരിശോധിച്ചാൽ ഇതിൻ്റെ കള്ളി വെളിച്ചത്താകും. അല്ലാതെ സിനിമാ മേഖലയെ നന്നാക്കാനല്ല, ചില ആൾക്കാരുടെ കയ്യിലേക്ക് ഇത് കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ ശ്രമം എന്നാണ് എനിക്ക് തോന്നുന്നത്.